to Chinnus taste buds. ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട ആദ്യമേ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 2 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കിലോ ആണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് മാറ്റം വരുത്തേണ്ടതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോസുകളൊക്കെ ടേബിൾ സ്പൂൺ അളവിലാണ് പറയുന്നത്. നിങ്ങളപ്പോൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ നേർപകുതി, അതായത് ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് ടീസ്പൂൺ അളവിൽ നിങ്ങൾ എടുത്താലും മതി. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവിൽ കിട്ടും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ചില്ലി സോസ് റെഡും ഗ്രീനും ഉണ്ട്. അപ്പോൾ റെഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് റെഡ് ചില്ലി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് സോയാ സോസും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ എടുക്കുമ്പോഴും ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കാണുമ്പോൾ അറിയാമല്ലോ, 1 ടേബിൾ സ്പൂൺ നിറച്ചാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ കോൺഫ്ലോറും മുട്ടയും ബാക്കിയുള്ള സോസുകളും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ ഇതിലാണ് നമ്മളിനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചില്ലി ചിക്കനുള്ള അളവിലെന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് വേണം ചില്ലി ചിക്കന് സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് കടകളിൽ നിന്ന് പറഞ്ഞാൽ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയ പീസസായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലിനി ആവശ്യമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്നതിന് ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഫുഡ് കളർ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് കളർ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ടൈഗറിൻ്റെ ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ വരെ ഫ്രിഡ്ജിൽ ഒന്ന് മൂടി വെച്ച് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും. കാര്യം ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ചേരുമ്പോൾ ഇതിന് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ ഒരുപാട് അധികം ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റിയതിന് ശേഷം പകുതി എണ്ണ എടുത്താലും മതി. ഞാനിപ്പോൾ എണ്ണ ഇവിടെ എടുത്തത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ ഒരു 6 പച്ചമുളകോളം ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി സോസ് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ആണെങ്കിലും മതിയാവുന്നതാണ്. അപ്പോൾ റെഡ് ചില്ലി ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല കളർ കിട്ടും. അതിനുവേണ്ടിയാണ് റെഡ് ചില്ലി സോസ് തന്നെ ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചില്ലി ചിക്കന് പ്രധാനമായിട്ടും സോസുകളാണ് വേണ്ടത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയും വിനീഗറും ചേർക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയി, അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് മുളക് പൊടിയും വിനീഗറും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഈ ഒരു പാകത്തിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ആ സോസിൽ കിടന്ന് ആ ചിക്കൻ പീസസ് ഒന്ന് തിളച്ച് കിട്ടണം. അതിന് ശേഷം വേണം ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. ആ സമയത്തിനുള്ളിൽ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഈ കോൺഫ്ലോറും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇത് ചില്ലി ചിക്കന് നല്ല ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചില്ലി ചിക്കൻ എപ്പോഴും ആ ഒരു റെഡ് കളർ കൊടുക്കുന്നതായിരിക്കും ചില്ലി ചിക്കൻ്റെ നല്ലൊരു അട്രാക്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ മുളക് പൊടി ഇട്ട് ആ ഒരു കളർ കൂട്ടാൻ നോക്കിയാലും എരിവ് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് സെലറി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സെലറിയും സ്പ്രിംഗ് ഓണിയനും ഒക്കെ നമ്മൾ അത്ര പ്രത്യേകിച്ചൊരു അളവെന്ന് പറയാനില്ല, കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കം ഇതേപോലെ സ്ലൈസ് ചെയ്ത് ക്യാപ്സിക്കം കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഈ ക്യാപ്സിക്കം ഒക്കെ നമ്മൾ ഈ ചിക്കൻ സോസുകളൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാനായിട്ട്. കാര്യം ചില്ലി ചിക്കന് ക്യാപ്സിക്കം ഒക്കെ ഒരുപാട് വെന്ത് പോകരുത്. ആ ഒരു ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണം ക്യാപ്സിക്കം ചില്ലി ചിക്കനിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വേണം നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിന് മുകളിലേക്ക് സവാള ഇതേപോലെ സ്ക്വയർ ഷേപ്പിലായിട്ട് അരിഞ്ഞിട്ടുള്ള 3 സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഏറ്റവും ലാസ്റ്റാണ് ചേർക്കേണ്ടത്. പിന്നെ സവാള ചേർത്തിട്ട് ഇത് ചില്ലി ചിക്കൻ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിനെ തിളപ്പിച്ച് എടുത്താൽ മതി. അപ്പോൾ ചിക്കൻ നമ്മൾ ആദ്യമേ തന്നെ ആ സോസിൽ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ ഹാഫ് ബോയിൽഡ് ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ സോസിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ആ കോൺഫ്ലോർ മിക്സ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് കിട്ടുന്ന ആ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്സിക്കവും സവാളയും ഒന്നും ഒരുപാട് വെന്ത് പോകരുത്. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ സവാള ഒരുപാട് വയന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാര്യം നമുക്ക് ഈ സോസുകളിൽ നിന്ന് തന്നെ കുറേശ്ശെ ഉപ്പ് ഉണ്ടാവും. പിന്നെ അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്.
അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. ആ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.